നമസ്കാരം, വെൽക്കം ടു സനി തോട്ട്സ്. ഞാൻ നിങ്ങളുടെ നിധി. ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ ജിയോ ഹോട്ട്സ്റ്റാറിൽ ഇപ്പോൾ സ്ട്രീമിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന നല്ലൊരു റൊമാൻറ്റിക് കോമഡി വെബ് സീരീസ് ആണ്. ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് വിഷ്ണു ജി രാഘവ്, അതായത് നമ്മുടെ മലയാളത്തിലെ തന്നെ ടോമിനോ നായകനായിട്ടുള്ള വാശി എന്ന സിനിമയുടെ ഡയറക്ടറാണ് അദ്ദേഹം. ഈ ഒരു വെബ് സീരീസിന്റെ പ്ലോട്ട് എന്ന് പറയുമ്പോൾ, പ്രവാസി മലയാളിയായിട്ടുള്ള വിനോദ് എന്ന ചെറുപ്പക്കാരന് തന്റെ നാട്ടിൽ സ്വന്തമായിട്ട് ഒരു വീട് പണിയുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് പുള്ളി നേരിടുന്ന പ്രതിസന്ധികളും അതേസമയം തന്നെ പുള്ളിയുടെ ലൈഫിൽ സംഭവിക്കുന്ന ഒരു പ്രണയവും അതിന്റെ പ്രശ്നങ്ങളൊക്കെയാണ് ഈ വെബ് സീരീസ് മെയിൻ ആയിട്ട് ചർച്ച ചെയ്യുന്നത്. വിനോദ് എന്ന ക്യാരക്ടർ ചെയ്തിട്ടുള്ളത് നീരജ് മാധവാണ്. ആളത് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഒരു ക്യാരക്ടർ അനുഭവിക്കുന്ന ഇമോഷണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് നല്ലോണം കണക്ട് ആവുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു കഥാപാത്രം ചെയ്തിരിക്കുന്ന അജു വർഗീസ് ആണ്. അജു വർഗീസ് ഇതിനകത്തൊരു അമ്മാവൻ അല്ലെങ്കിൽ ഒരു ടിപ്പിക്കൽ തന്തവൈബ് ക്യാരക്ടറൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ആ ഒരു ക്യാരക്ടറിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ വരുന്നുണ്ട്. അതെല്ലാം വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ക്യാരക്ടറിനോട് നമുക്ക് വല്ലാത്തൊരു ഇഷ്ടം തോന്നും. ഈ പറഞ്ഞ രീതിയിൽ തന്നെ അജുവിന്റെ സമീപകാലത്ത് തന്നെ ഒരു കരിയർ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് ഈ പറഞ്ഞ ഇതിനകത്ത് പപ്പേട്ടൻ എന്ന് പറയുന്നത്. ഇവരെ കൂടാതെ ഗൗരി കിഷൻ, ആനന്ദ് മന്മഥൻ, മഞ്ജു ശ്രീ നായർ, തങ്കം മോഹൻ എന്നിവരെല്ലാം ഇതിനകത്ത് ഓരോ ക്യാരക്ടറുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരും അവരുടെ റോളുകൾ ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വെബ് സീരീസിന്റെ പോസിറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ആകെ ഒരു 6 എപ്പിസോഡ്സ് വരുന്ന, ടോട്ടൽ ആകെ മൊത്തം ഒരു 3 മണിക്കൂർ ദൈർഘ്യം ഇതിനകത്ത് വരുന്നുള്ളൂ. അപ്പൊ കാണുന്ന പ്രേക്ഷകന് ഒറ്റ സ്ട്രെച്ചിൽ തന്നെ ഈ ഒരു സീരീസ് കണ്ടിറങ്ങാൻ പറ്റും. വലിയ മടുപ്പോ കാര്യങ്ങളൊന്നും ഇല്ലാതെ അത്യാവശ്യം നല്ല എൻഗേജിംഗ് ആയിട്ട് തന്നെയാണ് ഇത് പോകുന്നത്. പിന്നെ ഇതിനകത്ത് നീരജ് മാധവ്, ഗൗരി കിഷൻ അവരുടെയൊക്കെ കെമിസ്ട്രി ഒക്കെ നല്ലോണം വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. പിന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു വിഷയത്തെ ഈ ഒരു വെബ് സീരീസിൽ നർമ്മരൂപേണയും അന്ന് ആ ഇമോഷൻ സീൻസ് എല്ലാം അതിന്റെ കറക്റ്റ് മീറ്ററിലാണ് കൊണ്ടുപോയിട്ടുള്ളത്. പിന്നെ ഈ ഒരു വെബ് സീരീസ് കണ്ടിട്ടില്ലാത്തവർ എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ എന്തായാലും പറയുക.